21/3/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ പഴയ ലോകത്തിൻ്റെ വാതിൽക്കൽ നിന്നും മാറി ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ബാബ തന്നെയാണ് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി പറഞ്ഞു തരുന്നത്. ചോദ്യം: വർത്തമാന സമയത്ത് ഏറ്റവും നല്ല കർമ്മം ഏതാണ്? ഉത്തരം: ഏറ്റവും നല്ല കർമ്മമാണ് മനസ്സ വാച കർമ്മണ അന്ധന്മാരുടെ ഊന്നുവടിയാവുക. മനുഷ്യർക്ക് വീട്ടിലേക്കും ജീവൻ മുക്തിയിലേക്കുമുള്ള വഴി ലഭിക്കും വിധത്തിലുള്ള ഏതൊരു വാക്ക് എഴുതട്ടെ എന്ന് കുട്ടികളായ നിങ്ങൾ വിചാരസാഗര മഥനം ചെയ്യണം. ഇവിടെ ശാന്തിയുടെയും സുഖത്തിൻ്റെയും ലോകത്തിലേക്ക് പോകുവാനുള്ള വഴി പറഞ്ഞു കൊടുക്കപ്പെടുന്നു എന്ന് മനുഷ്യർ സഹജമായി മനസ്സിലാക്കട്ടെ. ഓം ശാന്തി. മാന്ത്രിക വിളക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അലാവുദ്ദീൻ്റെ വിളക്കെന്നും മഹിമ ചെയ്യപ്പെടുന്നു. അലാവുദ്ദീൻ്റെ വിളക്ക് അഥവാ മാന്ത്രിക വിളക്ക് എന്തെല്ലാമാണ് കാണിക്കുന്നത്? വൈകുണ്ഠം, സ്വർഗം, സുഖധാമം. വിളക്കിനെ പ്രകാശം എന്ന് പറയുന്നു. ഇപ്പോഴാകട്ടെ അന്ധകാരമാണല്ലോ. ഇപ്പോൾ പ്രകാശം കാണിക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികൾ ഈ പ്രദർശിനിയും മേളയും നടത്തുന്നത്, ഇത്രയും ചിലവഴിക്കുന്നത്, പ്രയത്നിക്കുന്നത്. ബാബ ഇതിന് എന്ത് പേര് വയ്ക്കട്ടെ എന്ന് ചോദിക്കുന്നു. ഇവിടെ ബോംബെയെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. സ്റ്റീമർ ആദ്യം ബോംബെയിൽ തന്നെയാണ് വരുന്നത്. ഡൽഹിയിലും ഇന്ത്യ ഗേറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടേത് ഗേറ്റ് ഓഫ് മുക്തി, ജീവൻ മുക്തി ആണ്. 2 ഗേറ്റുകളുണ്ടല്ലോ. എല്ലായ്പ്പോഴും 2 ഗേറ്റ് ഉണ്ടാകും, ഇൻ ആൻഡ് ഔട്ട്. ഒന്നിലൂടെ വരണം, അടുത്തതിലൂടെ പോകണം. ഇതും ഇതിന് തന്നെ. നമ്മൾ പുതിയ ലോകത്തിൽ വരുന്നു, പിന്നെ പഴയ ലോകത്തിൽ നിന്നും പുറത്തു പോയി തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ തിരികെ സ്വയമേ തന്നെ നമുക്ക് പോകാൻ സാധിക്കില്ല. കാരണം വീടിനെ മറന്നുപോയി. ഗൈഡ് ആവശ്യമാണ്. അതും നമുക്ക് ലഭിച്ചു. ആ ഒന്ന് നമുക്ക് വഴി പറഞ്ഞു തരുന്നു. കുട്ടികൾക്കറിയാം, ബാബ നമുക്ക് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ശാന്തിയുടെയും സുഖത്തിൻ്റെയും വഴി പറഞ്ഞു തരികയാണ്. അതിനാൽ ഗേറ്റ് ഓഫ് ശാന്തിധാം, സുഖധാമം എന്നെഴുതാം. വിചാരസാഗര മഥനം ചെയ്യേണ്ടതുണ്ടല്ലോ. വളരെയധികം സങ്കല്പങ്ങൾ നടക്കുന്നു. മുക്തിയും ജീവൻ മുക്തിയും എന്ന് എന്തിനെയാണ് പറയുന്നത് എന്നത് ആർക്കും അറിയില്ല. ശാന്തിയും സുഖവും എല്ലാവരും ആഗ്രഹിക്കുന്നു. ശാന്തിയും ഉണ്ടാകണം, ധനസമ്പത്തും ഉണ്ടാകണം. അതുണ്ടായിരിക്കുന്നത് സത്യയുഗത്തിലാണ്. അതിനാൽ ഈ പേര് വയ്ക്കാം, ഗേറ്റ് ഓഫ് ശാന്തിധാം സുഖധാം, അഥവാ ഗേറ്റ് ഓഫ് പ്യൂരിറ്റി, പീസ്, പ്രോസ്പെരിറ്റി. ഇത് നല്ല വാക്കുകളാണ്. 3 ഇവിടെയില്ല. അതിനാൽ ഇതിനെക്കുറിച്ച് പിന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടിയും വരും. പുതിയ ലോകത്തിൽ ഇവയെല്ലാം ഉണ്ടായിരുന്നു. പുതിയ ലോകം സ്ഥാപിക്കുന്നത് പതീത പാവനായ ഗോഡ് ഫാദറാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഈ പഴയ ലോകത്തിൽ നിന്നും മാറി വീട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇത് പ്യൂരിറ്റി, പീസ്, പ്രോസ്പെരിറ്റിയുടെ ഗേറ്റ് ആയല്ലോ. ബാബയ്ക്ക് ഈ പേര് നല്ലതായി തോന്നുന്നു.
ഇപ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ ഓപ്പണിംഗ് ശിവബാബയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ബ്രാഹ്മണരിലൂടെ ചെയ്യിക്കുന്നു. ലോകത്തിൽ വളരെയധികം ഓപ്പണിംഗ് സെറിമണി ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നുവല്ലോ. ചിലർ ഹോസ്പിറ്റലിലേത് ചെയ്യും, ചിലർ യൂണിവേഴ്സിറ്റിയുടേത് ചെയ്യും. ഇതാകട്ടെ ഒരിക്കൽ മാത്രമാണ് ഉണ്ടാകുന്നത്, ഈ സമയത്ത് തന്നെയാണ് ഉണ്ടാകുന്നത്. അതിനാലാണ് ചിന്തിക്കുന്നത്. കുട്ടികൾ എഴുതുന്നു, ബ്രഹ്മ ബാബ വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന്. ബാബ് ദാദ രണ്ടുപേരെയും വിളിക്കണം. ബാബ പറയുന്നു, നിങ്ങൾക്ക്, അതായത് ബ്രഹ്മ ബാബയ്ക്ക് പുറത്തെവിടെയും പോകുവാൻ കഴിയില്ല. ഉദ്ഘാടനത്തിനായി പോകട്ടെ എന്ന് വിവേകവും പറയുന്നില്ല, നിയമവും ഇല്ല. ഇതാണെങ്കിൽ ആർക്കും തുറക്കാവുന്നതാണ്. പത്രത്തിലും വരും പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ. ഈ പേരും വളരെ നല്ലതാണല്ലോ. പ്രജാപിതാവ് എല്ലാവരുടെയും പിതാവായി. അത് നിസ്സാരമായതാണോ? പിന്നെ ബാബ സ്വയം സെറിമണി ചെയ്യിക്കുന്നു. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണല്ലോ. നമ്മൾ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ എത്ര പുരുഷാർത്ഥം ചെയ്ത് ശ്രീമതനുസരിച്ച് നടക്കേണ്ടതാണ്. വർത്തമാന സമയത്ത് മനസ്സ വാച കർമ്മണ ഏറ്റവും നല്ല കർമ്മം ഒന്ന് തന്നെയാണ്. അന്ധരുടെ ഊന്നുവടിയാവുക. അന്ധരുടെ ഊന്നുവടിയായ ഹേ പ്രഭു എന്ന് പാടുകയും ചെയ്യുന്നു. എല്ലാവരും അന്ധന്മാർ തന്നെ അന്ധന്മാരാണ്. അപ്പോൾ ബാബ വന്ന് ഊന്നുവടിയാകുന്നു. ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം തരുന്നു. അതിലൂടെ നിങ്ങൾ സ്വർഗത്തിൽ നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് പോകുന്നു. നമ്പർ വാർ തന്നെയാണ്. ഇത് വളരെ വലിയ പരിധിയില്ലാത്ത ഹോസ്പിറ്റൽ കം യൂണിവേഴ്സിറ്റിയാണ്. ഇത് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാക്കളുടെ പിതാവ് പരംപിത പരമാത്മാവ് പതീത പാവനനാണ്. നിങ്ങൾ ആ ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ സുഖധാമത്തിലേക്ക് പോകും. ഇത് നരകമാണ്. ഇതിനെ സ്വർഗം എന്ന് പറയുകയില്ല. സ്വർഗത്തിൽ ഒരു ധർമ്മമാണുള്ളത്. ഭാരതം സ്വർഗമായിരുന്നു, മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഇത് മാത്രം ഓർമ്മിച്ചാൽ ഇതും മന്മനാഭവ ആണ്. നമ്മൾ സ്വർഗത്തിൽ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായിരുന്നു. ഇത്ര പോലും ഓർമ്മ വരുന്നില്ല. നമുക്ക് ബാബയെ ലഭിച്ചു എന്നത് ബുദ്ധിയിലുണ്ട്. അപ്പോൾ ആ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മായയും നിസ്സാരമല്ല. ഇങ്ങനെയുള്ള ബാബയുടേതായി എന്നിട്ടും ഇത്രയും സന്തോഷത്തിൽ ഇരിക്കുന്നില്ല. ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നു. മായ അടിക്കടി വളരെയധികം ശ്വാസം മുട്ടിക്കുന്നു. ശിവ് ബാബയുടെ ഓർമ്മയുടെ മറവി വരുത്തുന്നു. സ്വയവും പറയുന്നു ഓർമ്മ നിലനിൽക്കുന്നില്ല എന്ന്. ബാബ ജ്ഞാന സാഗരത്തിൽ വീർപ്പ് മുട്ടിക്കുന്നു. മായ പിന്നെ വിഷയസാഗരത്തിൽ ശ്വാസം മുട്ടിക്കുന്നു. വളരെ സന്തോഷത്തോടെ ശ്വാസം മുട്ടുവാൻ തുടങ്ങുന്നു. ബാബ പറയുന്നു, ശിവബാബയെ ഓർമ്മിക്കൂ. മായ പിന്നെ മരവിപ്പിക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നത് തന്നെയില്ല. ബാബയെ അറിയുന്നത് തന്നെയില്ല. ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്നവൻ പരംപിത പരമാത്മാവാണല്ലോ. ആ ഒന്ന് തന്നെയാണ് ദുഃഖം ഹരിക്കുന്നവൻ. അവർ പിന്നെ ഗംഗയിൽ പോയി മുങ്ങുന്നു. ഗംഗ പതീത പാവനിയാണ് എന്ന് മനസ്സിലാക്കുന്നു. സംഗമയുഗത്തിൽ ഗംഗയെ ദുഃഖം ഹരിക്കുന്നത്, പാപം മുറിക്കുന്നത് എന്ന് പറയില്ല.
സാധു സന്യാസിമാർ പോയി നദികളുടെ തീരത്ത് ഇരിക്കുന്നു. സാഗരത്തിൻ്റെ തീരത്ത് എന്തുകൊണ്ട് ഇരിക്കുന്നില്ല? ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ സാഗരത്തിൻ്റെ തീരത്ത് ഇരിക്കുകയാണ്. അനേകം കുട്ടികൾ സാഗരത്തിൻ്റെ അടുക്കൽ വരുന്നു. പിന്നെ മനസ്സിലാക്കുന്നു, സാഗരത്തിൽ നിന്നും പുറപ്പെട്ട ഈ ചെറുതും വലുതുമായ നദികളുമുണ്ട്. ബ്രഹ്മപുത്ര, സിന്ധു, സരസ്വതി, ഇങ്ങനെയും പേരുകൾ വയ്ക്കപ്പെട്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, നിങ്ങൾ മനസ്സ വാച കർമ്മണ വളരെയധികം ശ്രദ്ധ വയ്ക്കണം. ഒരിക്കലും നിങ്ങൾക്ക് ക്രോധം വരുവാൻ പാടില്ല. ക്രോധം ആദ്യം മനസ്സിലാണ് വരുന്നത്, പിന്നെ വാക്കിലും കർമ്മത്തിലും വരുന്നു. ഇത് 3 ജനാലകളാണ്. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ, അധികം സംസാരിക്കരുത്, ശാന്തമായിരിക്കൂ. വാക്കുകളിൽ വന്നുവെങ്കിൽ കർമ്മത്തിലും വരും. ദേഷ്യം ആദ്യം മനസ്സിലാണ് വരുന്നത്, പിന്നെ വാക്കിലും കർമ്മത്തിലും വരുന്നു. 3 ജനാലകളിലൂടെയും പുറത്തു വരുന്നു. ആദ്യം മനസ്സിൽ വരും. ലോകത്തുള്ളവർ അന്യോന്യം ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അടിവഴക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളാകട്ടെ ആർക്കും ദുഃഖം കൊടുക്കുവാൻ പാടില്ല, ചിന്ത പോലും വരരുത്. സൈലൻസിൽ ഇരിക്കുന്നത് വളരെ നല്ലതാണ്. ബാബ വന്ന് സ്വർഗത്തിൻ്റെ അഥവാ സുഖശാന്തിയുടെ ഗേറ്റ് പറഞ്ഞു തരുന്നു. കുട്ടികൾക്ക് തന്നെയാണ് പറഞ്ഞു തരുന്നത്. കുട്ടികളോട് പറയുന്നു, നിങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂ. പ്യൂരിറ്റി, പീസ്, പ്രോസ്പെരിറ്റി ഉണ്ടായിരിക്കുന്നത് സ്വർഗത്തിലാണ്. അവിടെ എങ്ങനെയാണ് പോകുന്നത് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മഹാഭാരത യുദ്ധവും ഗേറ്റ് തുറക്കുന്നു. ബാബയ്ക്ക് വിചാരസാഗര മഥനം നടക്കുന്നുവല്ലോ, എന്ത് പേര് വയ്ക്കട്ടെ എന്ന്. രാവിലെ വിചാരസാഗര മഥനം ചെയ്യുന്നതിലൂടെ വെണ്ണ പുറത്തു വരുന്നു, നല്ല നിർദ്ദേശങ്ങൾ വരുന്നു. അതിനാൽ ബാബ പറയുന്നു, രാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കൂ, വിചാരസാഗര മഥനം ചെയ്യൂ, എന്ത് പേര് വയ്ക്കട്ടെ എന്ന് ചിന്തിക്കണം. ചിലർക്ക് നല്ല വിചാരങ്ങൾ പുറത്തു വരുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പതീതരെ പാവനമാക്കുക എന്നാൽ നരകവാസിയിൽ നിന്നും സ്വർഗവാസി ആക്കുക. ദേവതമാർ പാവനമാണ്, അതിനാലാണ് അവരുടെ മുന്നിൽ ശിരസ് നമിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആരെയും നമിക്കുവാൻ ആകില്ല, നിയമമില്ല. പിന്നെ യുക്തിയോടെ നടക്കേണ്ടതുണ്ട്. സന്യാസിമാർ സ്വയം തന്നെ ഉയർന്നവരായി പവിത്രമായവരായി മനസ്സിലാക്കുന്നു. മറ്റുള്ളവരെ അപവിത്രവും താഴ്ന്നവരുമായി മനസ്സിലാക്കുന്നു. നിങ്ങൾക്കറിയാം നമ്മൾ ഏറ്റവും ഉയർന്നവരാണ് എന്ന്. പക്ഷേ ആരെങ്കിലും കൈകൂപ്പുന്നു എങ്കിൽ റെസ്പോൺസ് നൽകേണ്ടി വരും. ഹരി ഓം തത് സത് എന്ന് പറയുന്നു, അപ്പോൾ ചെയ്യേണ്ടി വരും. യുക്തിയോടെ നടന്നില്ലെങ്കിൽ അത് കയ്യിൽ ഒതുങ്ങുകയില്ല. വളരെയധികം യുക്തികൾ ആവശ്യമാണ്. മൃത്യു ശിരസിൻ്റെ മേൽ വരുമ്പോൾ എല്ലാവരും ഭഗവാന്റെ പേര് പറയുന്നു. ഇക്കാലത്ത് ആകസ്മികമായി വളരെയധികം ഉണ്ടായിക്കൊണ്ടുമിരിക്കുന്നു. പതുക്കെ പതുക്കെ തീ പടരുന്നു. അഗ്നി വിദേശത്ത് നിന്നും ആരംഭിക്കും. പിന്നെ പതുക്കെ പതുക്കെ മുഴുവൻ ലോകവും കത്തും. അന്തിമത്തിൽ കുട്ടികളായ നിങ്ങൾ മാത്രം അവശേഷിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് പവിത്രമാകുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അവിടെ പുതിയ ലോകം ലഭിക്കുന്നു. ലോകത്തിൻ്റെ പുതിയ നോട്ട് കുട്ടികളായ നിങ്ങൾക്ക് ലഭിക്കുന്നു.
നിങ്ങൾ രാജ്യം ഭരിക്കുന്നു. അലാവുദ്ദീൻ്റെ വിളക്ക് പ്രശസ്തമാണല്ലോ. നോട്ട് ഇങ്ങനെ ആക്കുമ്പോൾ കാരൂണിൻ്റെ നിധി ലഭിക്കുന്നു. കൃത്യവുമാണ്. നിങ്ങൾക്കറിയാം, അലാവുദ്ദീൻ പെട്ടെന്ന് തന്നെ സൂചനയിലൂടെ സാക്ഷാത്കാരം ചെയ്യിക്കുന്നു. നിങ്ങൾ ശിവബാബയെ ഓർമ്മിക്കുക മാത്രം ചെയ്യൂ. അപ്പോൾ എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകും. നൗദ ഭക്തിയിലൂടെ സാക്ഷാത്കാരം ഉണ്ടാകുന്നുവല്ലോ. ഇവിടെ നിങ്ങൾക്ക് എയിം ഒബ്ജക്റ്റിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാവുക തന്നെ ചെയ്യുന്നു. പിന്നെ നിങ്ങൾ ബാബയെയും സ്വർഗത്തെയും വളരെയധികം ഓർമ്മിക്കും. അടിക്കടി കണ്ടുകൊണ്ടിരിക്കും. ആരാണോ ബാബയുടെ ഓർമ്മയിലും ജ്ഞാനത്തിലും ലഹരി പിടിച്ചിരിക്കുന്നത്, അവർക്ക് തന്നെയാണ് അന്തിമത്തിലും എല്ലാ ദൃശ്യങ്ങളും കാണുവാൻ കഴിയുന്നത്. വലിയ ലക്ഷ്യമാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നത് ചിറ്റമ്മയുടെ വീടല്ല, അതായത് എളുപ്പമുള്ള കാര്യമല്ല. വളരെ പ്രയാസമാണ്. ഓർമ്മ തന്നെയാണ് മുഖ്യം. ഏതുപോലെ ബാബ ദിവ്യ ദൃഷ്ടി ദാതാവാണോ, അപ്പോൾ സ്വയവും തനിക്ക് വേണ്ടി ദിവ്യ ദൃഷ്ടി ദാതാവായി മാറും. ഭക്തി മാർഗത്തിൽ തീവ്ര വേഗത്തിൽ ഓർമ്മിക്കുന്നതിലൂടെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. സ്വന്തം പ്രയത്നത്തിലൂടെ ദിവ്യ ദൃഷ്ടി ദാതാവായി മാറുന്നു. നിങ്ങളും ഓർമ്മയുടെ പ്രയത്നത്തിൽ ഇരിക്കുമെങ്കിൽ വളരെയധികം സന്തോഷത്തിലിരിക്കും. സാക്ഷാത്കാരവും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ മുഴുവൻ ലോകവും മറക്കണം. മന്മനാഭവ ആകണം. മറ്റെന്ത് വേണം? യോഗബലത്തിലൂടെ നിങ്ങൾ തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നു. ഭക്തിയിലും പ്രയത്നമുണ്ട്. ഇതിലും പ്രയത്നം വേണം. പ്രയത്നിക്കുവാനുള്ള വളരെ ഫസ്റ്റ് ക്ലാസ്സായ വഴി ബാബ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ദേഹബോധം തന്നെ ഉണ്ടായിരിക്കുകയില്ല. ബാബയ്ക്ക് സമാനം പോലെയാകും. സാക്ഷാത്കാരം കണ്ടുകൊണ്ടിരിക്കും. സന്തോഷവും വളരെയധികം ഉണ്ടായിരിക്കും. റിസൾട്ട് മുഴുവൻ അന്തിമത്തിലേതാണ് പാടപ്പെട്ടിട്ടുള്ളത്. തൻ്റെ നാമരൂപത്തിൽ നിന്ന് തന്നെ വേറിടേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ നാമരൂപങ്ങളെ ഓർമ്മിക്കുന്നതിലൂടെ എന്ത് അവസ്ഥയായിരിക്കും ഉണ്ടാവുക? ജ്ഞാനമാണെങ്കിൽ വളരെ സഹജമാണ്. ഏതാണോ ഭാരതത്തിൻ്റെ പ്രാചീന യോഗം, അതിൽ ഇന്ദ്രജാലമുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ബ്രഹ്മജ്ഞാനികളും ഇങ്ങനെ ശരീരം ഉപേക്ഷിക്കുന്നു. നമ്മൾ ആത്മാവാണ്, പരമാത്മാവിൽ ലീനമാകണം എന്ന്. ആരും ലീനമാകുന്നില്ല. ബ്രഹ്മജ്ഞാനികളാണ്. ബാബ കണ്ടിട്ടുണ്ട്. ഇരിക്കവേ തന്നെ ശരീരം ഉപേക്ഷിക്കുന്നു. വായുമണ്ഡലം വളരെ ശാന്തമായിരിക്കും. നിശബ്ദത ഉണ്ടാകുന്നു. ആരാണോ ജ്ഞാനമാർഗത്തിലുള്ളത്, ശാന്തിയിൽ ഇരിക്കുന്നത്, അവർക്കാണ് നിശബ്ദതയുടെയും അനുഭവം ഉണ്ടാകുന്നത്. എന്നാൽ പല കുട്ടികളും ഇപ്പോഴും ശിശുക്കളാണ്. അടിക്കടി വീണു പോകുന്നു. ഇതിൽ വളരെ വളരെ ഗുപ്ത പ്രയത്നമുണ്ട്. ഭക്തിമാർഗത്തിലെ പ്രയത്നം പ്രത്യക്ഷമായിരിക്കും. മാല തിരിക്കൂ, കുടിലിലിരുന്ന് ഭക്തി ചെയ്യൂ എന്നെല്ലാം. ഇവിടെ ആകട്ടെ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും നിങ്ങൾ ഓർമ്മയിലിരിക്കുന്നു. ആർക്കും തന്നെ അറിയുവാൻ കഴിയില്ല ഇവർ രാജപദം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. യോഗത്തിലൂടെ തന്നെയാണ് മുഴുവൻ കണക്കുകളും സമാപ്തമാക്കേണ്ടത്. ജ്ഞാനത്തിലൂടെ സമാപ്തം ആകുന്നില്ല.
കണക്കുകൾ സമാപ്തമാകുന്നത് ഓർമ്മയിലൂടെയാണ്. കർമ്മഭോഗം ഓർമ്മയിലൂടെ സമാപ്തമാകും. ഇത് ഗുപ്തമാണ്. ബാബ എല്ലാം ഗുപ്തമായതാണ് പഠിപ്പിക്കുന്നത്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മനസ്സ വാച കർമ്മണ ഒരിക്കലും ദേഷ്യപ്പെടരുത്. ഈ 3 ജനാലകളുടെ മേൽ വളരെയധികം ശ്രദ്ധ വയ്ക്കണം. അധികം സംസാരിക്കരുത്, അന്യോന്യം ദുഃഖിപ്പിക്കരുത്. ജ്ഞാനത്തിലും യോഗത്തിലും ലഹരി പിടിച്ചിരുന്ന് അന്തിമ ദൃശ്യങ്ങൾ നോക്കണം. തൻ്റെയും മറ്റുള്ളവരുടെയും നാമരൂപങ്ങളെ മറന്ന് ഞാൻ ആത്മാവാണ് എന്ന സ്മൃതിയിലൂടെ ദേഹബോധത്തെ സമാപ്തമാക്കണം. വരദാനം: സ്നേഹത്തിൻ്റെ ബാണത്തിലൂടെ സ്നേഹത്താൽ മുറിവേൽപ്പിക്കുന്നവരും സ്നേഹത്താലും പ്രാപ്തിയാലും സമ്പന്നമായ ലൗലീൻ ആത്മാവായി ഭവിക്കട്ടെ. ലൗകിക രീതിയിൽ ആരെങ്കിലും ആരുടെയെങ്കിലും സ്നേഹത്തിൽ ലവ്ലീനം ആണെങ്കിൽ ഇവർ ലൗലീനമാണ്, പ്രണയിതാവാണ് എന്ന് മുഖത്തിലൂടെയും നയനങ്ങളിലൂടെയും വാക്കിലൂടെയും അനുഭവപ്പെടുന്നു. ഇതേപോലെ എപ്പോഴാണോ സ്റ്റേജിലേക്ക് പോകുന്നത് അപ്പോൾ എത്രത്തോളം തൻ്റെ ഉള്ളിൽ ബാബയുടെ സ്നേഹം എമർജായിരിക്കുമോ അത്രയും തന്നെ സ്നേഹത്തിൻ്റെ ബാണം മറ്റുള്ളവരെയും സ്നേഹത്താൽ മുറിവേൽപ്പിക്കും. പ്രഭാഷണത്തിൻ്റെ ലിങ്ക് ചിന്തിക്കുന്നത്, പോയിന്റ് ആവർത്തിക്കുന്നത്, ഈ സ്വരൂപം അല്ല ആകേണ്ടത്. സ്നേഹത്തിൻ്റെയും പ്രാപ്തിയുടെയും സമ്പന്ന സ്വരൂപവും ലൗലീന സ്വരൂപവും ആകണം. അതോറിറ്റിയായി സംസാരിക്കുന്നതിലൂടെ അതിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നു. സ്ലോഗൻ: സമ്പൂർണതയിലൂടെ സമാപ്തിയുടെ സമയത്തെ സമീപം കൊണ്ടുവരൂ. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. ഇത് ഏതോ ഒന്നാണ് എന്നത് എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇതുതന്നെയാണ്, ഇതൊന്നു മാത്രമാണ് എന്ന ചഞ്ചലതയുടെ കലപ്പ ഇപ്പോൾ ചലിപ്പിക്കൂ. അതായത് നിലം ഉഴുവുക. ഇപ്പോഴാണെങ്കിൽ മറ്റുള്ളവയുമുണ്ട്, ഇതുമുണ്ട് എന്നതുവരെ എത്തിച്ചേർന്നു. എന്നാൽ ഇപ്പോൾ ഇത് ഒന്നേ ഉള്ളൂ എന്ന അമ്പെയ്യൂ. ഭൂമി തയ്യാറായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ഫൗണ്ടേഷൻ, നവീനത, ബീജം എന്നത് പുതിയ ജ്ഞാനമാണ്. നിസ്വാർത്ഥ സ്നേഹമുണ്ട്, ആത്മീയ സ്നേഹമുണ്ട് എന്ന അനുഭവം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ സ്നേഹത്തോടൊപ്പം ജ്ഞാനത്തിൻ്റെ അതോറിറ്റി ഉള്ള ആത്മാക്കളാണ്. സത്യമായ ജ്ഞാനത്തിൻ്റെ അതോറിറ്റിയാണ് എന്നത് പ്രത്യക്ഷമാക്കൂ. അപ്പോൾ പ്രത്യക്ഷത ഉണ്ടാകും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രത്തിലൂടെ ആത്മസ്വരൂപത്തെ ദർശിക്കൂ. മസ്തക സിംഹാസനത്തിൽ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മജ്യോതിയെ സ്പഷ്ടമായി കാണും. ഞാൻ മസ്തക സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വരാജ്യ അധികാരിയാണ്. മനോബുദ്ധികളുടെ അധികാരിയാണ്. കർമ്മേന്ദ്രിയങ്ങളുടെ
അധികാരിയാണ്. സർവശക്തികളുടെയും അധികാരിയാണ്. സ്വയം ശക്തിശാലി ആത്മാവായി വിഭാവന ചെയ്യും. എന്നിൽ നിന്നും 4 ഭാഗത്തും ശക്തിശാലി കിരണങ്ങൾ വ്യാപിക്കുകയാണ്. ഈ ശക്തിശാലി കിരണങ്ങൾ ശക്തിയുടെ ഒരു പ്രഭാമണ്ഡലം എനിക്ക് ചുറ്റും നിർമ്മിക്കുന്നു. ആ പ്രഭാമണ്ഡലത്തിനുള്ളിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. മനസ്സും ബുദ്ധിയും കൊണ്ട് സ്വയം തന്നെ ദേഹത്തിൽ നിന്നും ഉപരിയാക്കി സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾക്കും ഉപരിയാക്കി സൂക്ഷ്മലോകത്തിലും ഉപരിയാക്കി പരമധാമത്തിൽ സ്ഥിതി ചെയ്യിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ഈ ശാന്തിധാമം എൻ്റെ ഗ്രഹമാണ്. ഇവിടെ ഡീപ് സൈലൻസ് ആണ്. ഈ അതിശാന്തിയുടെ ഗ്രഹത്തിൽ ഞാൻ സമ്പൂർണ്ണ സ്വസ്ഥ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. സമ്പൂർണ്ണ മുക്ത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പരമധാമത്തിൽ ബുദ്ധിയാകുന്ന നേത്രം കൊണ്ട് സർവശക്തിവാനായ സൃഷ്ടിയുടെ ബീജരൂപനായ ശിവ് ബാബയുടെ സ്വരൂപത്തെ സ്പഷ്ടമായി കാണൂ. ശിവ് ബാബയുടെ അനന്ത ശക്തികളുടെ കിരണങ്ങൾ ആത്മാവിൽ പതിക്കുന്നതായി വിഭാവന ചെയ്യും. പരമധാമത്തിലെ ഈ മഹാജ്യോതിയിൽ നിന്നും സർവശക്തികളും ഞാൻ ഉൾക്കൊള്ളുകയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനായി മാറുന്നു. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സർവശ്രേഷ്ഠ ശക്തിശാലി സ്ഥിതി പ്രാപ്തമാക്കി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് മടങ്ങി വരുന്നു.